കഥ പോലെ എഴുതും. നമ്മൾ സിനിമയൊക്കെ കാണില്ലേ, അതുപോലെ നമ്മുടെ ലൈഫിൽ ഇനി എങ്ങനെ ആയിരിക്കണം, റിലേഷൻഷിപ്പ് ഇതൊക്കെ ഇനി എങ്ങനെ തന്നെ അറിയില്ല. നമുക്ക് ഏത് വേ ആണ് ബെറ്റർ എന്ന് നമുക്കറിയില്ല. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷൈനി. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ മാനിഫെസ്റ്റേഷൻ പവർ എങ്ങനെ ഇൻക്രീസ് ചെയ്യാം, അതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന ടോപ്പിക്കാണ്. ലോ ഓഫ് അട്രാക്ഷൻ തന്നെ ധാരാളം മെത്തേഡ്സ് ഉണ്ട്. അതായത് എഴുതുന്നത്, സെൽഫ് ടോക്ക്, വിഷ്വലൈസേഷൻ, അഫർമേഷൻസ്, ഗ്രാറ്റിറ്റ്യൂഡ്, ഇങ്ങനെ കുറേ ടെക്നിക്സ് ഉണ്ട്. ഈ എഴുതുന്നതിൽ തന്നെ കുറേ ടെക്നിക്സ് ഉണ്ട്. 369 മെത്തേഡ്, 555 മെത്തേഡ്, 333, 369, ഇങ്ങനെ കുറേ മെത്തേഡ് ഉണ്ട്. ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് ഒരു ടെക്നിക്കായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ ഇനി ഒരു മെത്തേഡുണ്ട്, സ്ക്രിപ്റ്റിംഗ്. സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കഥ പോലെ എഴുതുന്നത്. കഥ പോലെ നമ്മുടെ ലൈഫിൽ ഇനി എന്താണോ വേണ്ടത്, എന്താണോ നമ്മുടെ ജീവിതം എങ്ങനെ ഇരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അതിനെ നമ്മൾ ഒരു കഥ പോലെ എഴുതും. നമ്മൾ സിനിമയൊക്കെ കാണില്ലേ, അതുപോലെ നമ്മുടെ ലൈഫിൽ ഇനി എങ്ങനെ ആയിരിക്കണം, ഫിസിക്കലി ആൻഡ് മെൻ്റലി, അല്ലെങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യലി, നിങ്ങളുടെ ജോബ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ്, ഇതൊക്കെ ഇനി എങ്ങനെ ഇരിക്കണമെന്ന് പറഞ്ഞ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു കഥ പോലെ വളരെ പോസിറ്റീവായിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. അങ്ങനെ എഴുതി വെച്ചിട്ട് നമ്മൾ ഡെയിലി എടുത്ത് വായിക്കുമ്പോൾ അതിൽ നിന്നൊരു പോസിറ്റീവ് വൈബ്രേഷൻസ് ഇങ്ങനെ കൊണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് നമ്മൾ ഡെയിലി ഇങ്ങനെ എടുത്ത് വെച്ച് വായിക്കുമ്പോൾ അത് ഒരു വൈബ്രേഷനായിട്ട് യൂണിവേഴ്സിലേക്ക് പോവുകയും നമ്മുടെ ലൈഫ് ഫ്യൂച്ചറിൽ നമുക്ക് അങ്ങനെ കിട്ടുകയും ചെയ്യും. അതാണ് സ്ക്രിപ്റ്റിംഗ്. നമ്മൾ എന്ത് മെത്തേഡ് ചെയ്താലും അതിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇമോഷൻസ് കൊടുത്ത് എന്ത് കാര്യം ചെയ്താലും അത് നമുക്ക് വർക്കൗട്ട് ആവും. അത് ഈ പ്രപഞ്ചത്തിൽ പോയി ചേരുകയും നമുക്കത് വർക്കൗട്ട് ആവുകയും ചെയ്യും. ഇനിയൊരു മെത്തേഡാണ് സെൽഫ് ടോക്ക്. സെൽഫ് ടോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മുമ്പിൽ ഒരു വ്യക്തി ഇരിക്കുന്നതായി സങ്കല്പിച്ച് നമ്മൾ അത്രയും ഇമോഷൻസ് കൊടുത്ത് പോസിറ്റീവ് കാര്യങ്ങൾ സംസാരിക്കുന്നതാണ് സെൽഫ് ടോക്ക്. ഇതിൽ സെൽഫ് ടോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സംസാരിച്ചു കൊണ്ട് ഫീലിംഗ് കൊണ്ടുവരുന്നു, അതാണ് കോൺസെപ്റ്റ്. ഇനി നെക്സ്റ്റ് വിഷ്വലൈസേഷൻ. വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു കാര്യം ഇങ്ങനെ ഓർത്ത് അല്ലെങ്കിൽ ഇമാജിൻ ചെയ്ത് അതിനെ ഇങ്ങനെ നമ്മളൊരു സിനിമ പോലെ കാണും. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ്, നമ്മളിപ്പോൾ ഒരു ജോബ് കിട്ടുന്നു എന്ന് നമ്മൾ അതൊരു സിനിമ പോലെ നമ്മൾ കാണുന്നു. നമുക്ക് ജോബ് കിട്ടുന്നു, നമ്മളെ എങ്ങനെ കോൾ ചെയ്യുന്നു, അവർ നിങ്ങൾ സെലക്ട് ആയി എന്ന് പറയുന്നു, നമ്മൾ പോയി ഫസ്റ്റ് ഡേ എല്ലാവരുടെയും അമ്മയുടെ അച്ഛൻ്റെയൊക്കെ അനുഗ്രഹം വാങ്ങിയിട്ട് വർക്കിന് പോകുന്നു, അവിടെ പോയി എല്ലാവരെയും മീറ്റ് ചെയ്യുന്നു, എല്ലാവരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, നമ്മുടെ സീറ്റിൽ പോയി ഇരിക്കുന്നു, അതെല്ലാം ഒരു സിനിമ പോലെ നമ്മളിങ്ങനെ കാണും. അതാണ് വിഷ്വലൈസേഷൻ. അവിടെ എന്താണ്? നമ്മൾ അങ്ങനെ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ഫീലിംഗ് വരും. അതാണ് വിഷ്വലൈസേഷൻ. മൊത്തത്തിൽ കോൺസെപ്റ്റ് എന്തെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്താലും അതിലൊരു ഇമോഷൻസ് അത്രയും ഇഴുകി ചേർന്ന് ചെയ്യണം. ആ വൈബ്രേഷൻ ഈ യൂണിവേഴ്സിൽ പോവുകയും യൂണിവേഴ്സ് നമുക്ക് വേണ്ടി ഗൂഢാലോചന ചെയ്യുകയും ആ സിറ്റുവേഷനിൽ നമ്മളെ എത്തിക്കുകയും ചെയ്യും. നമ്മൾ എന്ത് ഇമോഷൻസ് ഈ പ്രപഞ്ചത്തിന് കൊടുക്കുന്നുവോ ആ ഇമോഷൻസ് നമ്മുടെ ജീവിതത്തിൽ യൂണിവേഴ്സ് തിരിച്ചു കൊണ്ട് തരും. അതാണ് ലോ ഓഫ് അട്രാക്ഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യുമ്പോഴാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് ഇമോഷൻസും ഫീലിങ്സും ഒക്കെ വരുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. കാരണം നമ്മളെല്ലാം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ ഓരോ മെത്തേഡ്സ് കാണും, ലോ ഓഫ് അട്രാക്ഷനൊക്കെ കാണും. കണ്ടിട്ട് നമ്മൾ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് പോയി ഓരോ ടെക്നിക്സ് ഇങ്ങനെ ചെയ്യും. ഇങ്ങനെ ചെയ്തിട്ട് പലരും പറയും, എനിക്ക് റിസൾട്ട് കിട്ടിയില്ല, ഞാൻ എന്തൊക്കെ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയാം. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് തന്നെ അറിയില്ല, നമുക്ക് ഏത് വേ ആണ് ബെറ്റർ എന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പം പല മെത്തേഡ്സ് ഉണ്ടല്ലോ, എഴുതുന്നതുണ്ട്, വിഷ്വലൈസേഷൻ ഉണ്ട്, സെൽഫ് ടോക്ക് ഉണ്ട്. ഇതിലെല്ലാം നമുക്ക് എന്താണ് ബെറ്റർ, നമുക്ക് എന്ത് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇമോഷൻസ് വരുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങളൊരു കാര്യം സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഒരു ജോബിൻ്റെ കാര്യം കിട്ടി, എനിക്ക് ജോബ് ഇന്ന സ്ഥലത്ത് ഇന്ന കമ്പനിയിൽ കിട്ടി എന്ന് പറഞ്ഞ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഡയലോഗ് എടുത്തിട്ട് ആദ്യം നിങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കുക. അത്രയും ഇമോഷൻസ് കൊടുത്ത് പറഞ്ഞു നോക്കുക. അപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ വരുന്നു എന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എഴുതി നോക്കുക. എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് പറയുന്നതും എഴുതുന്നതും തമ്മിൽ എന്ത് വ്യത്യാസമാണ്? ഇപ്പോൾ എനിക്ക് പറയുമ്പോൾ ഏറ്റവും ഇമോഷൻസ് വന്നോ ഇല്ല എഴുതിയപ്പോൾ ഏറ്റവും കൂടുതൽ ഇമോഷൻസ് വന്നോ എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ ചിലർക്ക് എഴുതുമ്പോൾ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ മാത്രം ലയിച്ച് എഴുതാൻ പറ്റും. ചിലർക്ക് പറയുമ്പോഴാണ് ഇമോഷൻസ് വരിക. സോ ഇത് കണ്ടുപിടിക്കാനാണ് നമ്മളിത് ചെയ്യുന്നത്. എന്നിട്ട് ഇതേ ഡയലോഗ് എടുത്ത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. ഇതേ ഡയലോഗ്, ഇതേ കാര്യം എടുത്ത് നിങ്ങൾ ഓർക്ക് ഇങ്ങനെ ജോബിന് പോകുന്നതായിട്ടും എല്ലാവരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അങ്ങനെ ആ കാര്യം മൊത്തത്തിലെടുത്ത് വിഷ്വലൈസ് ചെയ്യുക. എന്നിട്ട് ഇതേ കാര്യം എടുത്ത് സെൽഫ് ടോക്ക് ചെയ്യുക.
ഇപ്പോൾ ഒരാൾ ഇരിക്കുന്നതായിട്ട് സങ്കല്പിച്ച് നിങ്ങളെ സെൽഫ് ടോക്ക് ചെയ്യുക. ഇങ്ങനെ ഈ 4 മെത്തേഡ്സും ചെയ്തിട്ട് ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആണ്, എന്തിലാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമോഷൻസ് വന്നത് അത് സെലക്ട് ചെയ്യുക. ഇനിയൊരു മെത്തേഡുണ്ട്, ധ്യാനം ചെയ്യുക. നമ്മൾ ധ്യാനത്തിലൂടെ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റും. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ നേരം ധ്യാനത്തിൽ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്തിട്ട് നമ്മുടെ ശ്വാസത്തിൽ മാത്രം ഇവിടെ തൊണ്ടയുടെ ഭാഗത്തായിട്ടൊക്കെ ശ്രദ്ധിച്ചിരുന്നത് തന്നെയാണ് ധ്യാനം. അല്ലെങ്കിൽ ഒരു മ്യൂസിക് വെച്ചും കൊണ്ട് ധ്യാനം ചെയ്യുക. അങ്ങനെ ധ്യാനം ചെയ്ത് കുറച്ചാകുമ്പോഴേക്കും നമ്മൾ കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും നമ്മളൊന്ന് ശാന്തമാകുമ്പോൾ നമ്മളൊരു ആൽഫ സ്റ്റേജിൽ പോകും. അപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് മാത്രമേ ഉണർന്നിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് കൊടുത്താലും വളരെ ഫാസ്റ്റായിട്ട് നമുക്കങ്ങ് സെൻഡ് ആവും. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഫാസ്റ്റായിട്ട് ഒരു റിസൾട്ട് കിട്ടും. അപ്പോൾ ഞാൻ കൂടുതലും ഈ വേ യൂസ് ചെയ്യാറുണ്ട്. എനിക്കിത് വളരെ എഫക്റ്റീവായിട്ട് തോന്നാറുണ്ട്. സോ ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് എൻ്റെ മെൻ്റൽ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഫസ്റ്റ് ഓപ്ഷൻ മനസ്സിൻ്റെ കാര്യമാണ്. സെക്കൻഡ് ഞാൻ മെറ്റീരിയലിസ്റ്റും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോവുകയുള്ളൂ. കാരണം നമ്മുടെ മൈൻഡ് ശരിയായിട്ട് പോസിറ്റീവായിട്ടിരുന്നാലും നമുക്ക് എന്തും നേടിയെടുക്കാൻ പറ്റും. നമ്മുടെ മൈൻഡ് അത്രയും കോൺഫിഡൻ്റ് ആയിട്ടിരുന്നാൽ നമ്മൾ എന്തും മാനിഫെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്കവിടെ പേടിയും ഡൗട്ടൊന്നും വരില്ല. ഞാൻ കൂടുതലും ഫസ്റ്റെല്ലാം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ നെഗറ്റീവ് തോട്ട്സ് മാറാൻ വേണ്ടിയായിരുന്നു. കാരണം കുറേ വർഷം നമ്മളിങ്ങനെ ഫീഡ് ചെയ്ത് വെച്ചിരുന്ന കുറേ കാര്യങ്ങളിരുന്ന് എന്നെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരിക്കുമായിരുന്നു. സോ ഫസ്റ്റെല്ലാം ഞാൻ ഇങ്ങനെ ധ്യാനത്തിലിരിക്കും, കുറച്ചൊന്ന് ആൽഫ സ്റ്റേജിൽ പോകും, നമുക്കിങ്ങനെ മനസ്സിലാവും, ശാന്തമായി എന്ന് തോന്നും. അപ്പോൾ എനിക്ക് വേണ്ട പോസിറ്റീവ് അഫർമേഷൻസ് എല്ലാം കൊടുക്കാൻ തുടങ്ങും. അപ്പോൾ അത് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നമുക്ക് അബ്സോർവ് ആവും. നമുക്ക് തന്നെ മനസ്സിലാവും. നമ്മൾ സാധാ പോയിരുന്ന അഫർമേഷൻസ് ഞാൻ കുറേ പറഞ്ഞു നോക്കി നേരത്തെ, അത് യൂസ്ഫുൾ തന്നെയാണ്, എന്നാൽ ഇത്രയും എഫക്റ്റീവ് അല്ല. ഇത് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ആ നെഗറ്റീവ് തോട്ട്സ് മാറി പോവുകയും നമ്മൾ ഈ പോസിറ്റീവ് അഫർമേഷൻസ് നമ്മൾ പ്രോഗ്രാം ചെയ്ത് കൊടുത്തല്ലോ ഇപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിൽ, അത് വന്ന് നമ്മളെ ഈ നെഗറ്റീവ് തോട്ട്സിൽ നിന്നെല്ലാം രക്ഷിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് കൂടുതലും ഫോക്കസ് ചെയ്യാറുള്ളത്. എന്നിട്ടാണ് പിന്നെ നമ്മളൊന്ന് കാമായി എല്ലാം ആവുമ്പോൾ നമുക്ക് തന്നെ പല കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോളിനായാലും നിങ്ങൾക്കൊരു ജോബ്, റിലേഷൻഷിപ്പ്, എന്ത് കാര്യത്തിനാണെങ്കിലും നിങ്ങളിങ്ങനെ ഒരു ആൽഫ സ്റ്റേജിൽ പോകുമ്പോൾ നിങ്ങളുടെ മൈൻഡിനോട്, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കൊടുക്കുക. ഇപ്പം നിങ്ങൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് നല്ല ആ വ്യക്തിയോട് ഇരിക്കുന്നത് ഹാപ്പി ആയിട്ടിരിക്കുന്നതായിട്ട് അങ്ങനെ ധ്യാനത്തിലിരുന്നു കൊണ്ട് തന്നെ വിഷ്വലൈസ് ചെയ്യാം. അതുമല്ലെങ്കിൽ പറയാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ എഴുതാനൊന്നും പറ്റില്ല, ഇങ്ങനത്തെ അവസ്ഥയിൽ എഴുതാൻ പറ്റില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ എന്താണോ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ പലരും പറഞ്ഞു കേട്ടില്ല, ഞാൻ എന്തൊക്കെ ടെക്നിക്സ്, എന്തൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്തു, എനിക്കൊരു റിസൾട്ടും ഇല്ല, ഇതൊക്കെ വെറുതെയാണ്, നോൺസെൻസ് എന്ന്. അതെന്താണെന്ന് വെച്ചാൽ ഇവർക്ക് എന്താണ് ആപ്റ്റായിട്ടുള്ളതെന്ന് ഇവർക്ക് തന്നെ അറിയില്ല. ഇവർ എല്ലാവരും പറയുന്നത് കേട്ട് ഓടിപ്പോയി ചെയ്തിട്ട് അത് മാത്രമല്ല, ചെയ്തിട്ട് ലെറ്റ് ഗോ ചെയ്യില്ല. ഏത് ചെയ്താലും കുഴപ്പമില്ല, കുറച്ചെങ്കിലും ഇമോഷൻസ് വരും. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലെറ്റ് ഗോ ആണ്. എന്നാൽ നിങ്ങൾക്ക് ഏറ്റവും ഇമോഷൻസ് വരുന്ന കാര്യം കണ്ടുപിടിച്ച് ചെയ്യുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. പിന്നെ നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്ന കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും മാക്സിമം കുറേ പേരൊക്കെ ഈ ലോ ഓഫ് അട്രാക്ഷനിൽ അറിയാവുന്നവർക്കൊക്കെ അറിയാവുന്നതാണ്. നമ്മൾ രാവിലെ രാത്രിയൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതും. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ നമ്മൾ ആദ്യമെല്ലാം എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ ആദ്യമൊക്കെ നല്ല ഇമോഷൻസ് വരും. എഴുതുമ്പോൾ വളരെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് അതിൽ എഴുതും, കോൺസെൻട്രേറ്റ് ചെയ്ത്. അപ്പോൾ അത് ഒരു മാനിഫെസ്റ്റേഷനാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഡെയിലി ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരേ ഡയലോഗ് എഴുതരുത്. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് തന്നെ ബോറടിക്കും. പിന്നെ ഒരു കടമയ്ക്ക് വേണ്ടി എഴുതുന്നത് പോലെ ആവും. അപ്പോൾ അതിലൊരു ഫീലിങ്സ് വരില്ല. അപ്പോൾ അത് നമുക്ക് എഴുതുന്നത് ഒരു വേസ്റ്റ് പോലെ ആവും. സോ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഓരോ ദിവസം പുതിയതായിട്ട് എഴുതണം. അതായത് പുതിയ കാര്യങ്ങൾ എഴുതണമെന്ന് തന്നെ ഇല്ല, ഒരു കാര്യം തന്നെ നമുക്ക് മാറ്റി എഴുതാം. അതായത് ഇപ്പം ഞാൻ സന്തോഷവും സമാധാനവും സമൃദ്ധിയും നിറഞ്ഞ നല്ലൊരു ദിനം കിട്ടിയതിന് നന്ദി എന്ന് എഴുതാം. അങ്ങനെ ഇന്ന് എഴുതുകയാണെങ്കിൽ നാളെ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ലൈഫ് വളരെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുന്നു, ഓരോ നിമിഷവും ഞാൻ എൻജോയ് ചെയ്യുന്നതിന് നന്ദി, ഇങ്ങനെ എഴുതാം. ഇങ്ങനെ നിങ്ങൾക്ക് മാറ്റി എഴുതാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ കാര്യങ്ങളും എഴുതാം. പിന്നെ നിങ്ങൾക്ക് കിട്ടിയ കാര്യങ്ങൾ ഓരോ ദിവസവും ചിലപ്പോൾ മേ ബി ഡിഫറെൻ്റ് കിട്ടുമല്ലോ, നടക്കുമല്ലോ, അതൊക്കെ ചിന്തിച്ച് എഴുതാം. അപ്പോൾ നമുക്കതൊരു ഇമോഷൻസ് വരും. പിന്നെ നമുക്ക് ഫ്യൂച്ചറിന് വേണ്ടിയുള്ള കാര്യങ്ങൾ, ഇന്ന കാര്യം കിട്ടണമെന്നുള്ളത് കിട്ടിയതായിട്ട് പറഞ്ഞ് എഴുതുമ്പോൾ നമുക്കത് ഫ്യൂച്ചറിൽ കിട്ടും. നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അതിനൊരു ഇമോഷൻസ് ഉണ്ടാവുകയും അതൊരു വൈബ്രേഷനായിട്ട് കൺവേർട്ട് ആവുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ വെറുതെ ഇരുന്ന് ഒരു കാര്യം ചിന്തിച്ചാൽ കൂടെ അതിനൊരു ഇമോഷൻസ് വരും, അല്ലേ? നമ്മളിപ്പോൾ പഴയ കാര്യങ്ങൾ, പണ്ടെന്നോ നടന്ന ഒരു ദുഃഖങ്ങളാണ് നമ്മളെ കൂടുതലും വന്നിങ്ങനെ പുഷ് ചെയ്യാറുള്ളത്. അപ്പോൾ ആ ദുഃഖകരമായ കാര്യം നമ്മൾ പണ്ടെന്നോ നടന്നാൽ പോലും ഇപ്പോൾ ഓർത്താലും നമുക്ക് ദുഃഖം വരും.
അപ്പോൾ അത് വീണ്ടും വീണ്ടും അതൊരു വൈബ്രേഷൻസ് ക്രിയേറ്റ് ആവുകയും ഈ യൂണിവേഴ്സിൽ പോവുകയും അതിനുള്ള സിറ്റുവേഷൻസ് നമുക്ക് വരികയും ചെയ്യും. സോ നമ്മൾ ചിന്തകൾക്ക് അത്രയും പവറുണ്ട്. ചിന്തകൾക്ക് ഒരു ഇമോഷൻസ് കൊടുക്കുന്നത് തന്നെയാണ് മാനിഫെസ്റ്റേഷൻ. അത് തന്നെയാണ് ഫ്യൂച്ചറിലുള്ള കാര്യം കുറിച്ചോർത്ത്, നമ്മൾ പോസിറ്റീവ് കാര്യം കുറിച്ചോർത്ത് ഇമോഷൻസ് കൊടുക്കുമ്പോൾ അത് പോയി ചേരുന്നത്. നമ്മൾ നെഗറ്റീവ് കാര്യം വിചാരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് അതിന് ഇമോഷൻസ് കൊടുക്കാൻ അതിലൊരു ഡൗട്ടും പേടിയൊന്നും വരുന്നില്ല, അല്ലേ? അപ്പോൾ അത് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് വീണ്ടും വീണ്ടും നെഗറ്റീവ് ഇമോഷൻസ്, നെഗറ്റീവ് സിറ്റുവേഷൻസ് വരുന്നു. അതുപോലെ തന്നെയാണിതും. നമ്മളൊരു ചിന്തിക്കുമ്പോൾ അതിനൊരു ഫീൽ ഉണ്ടാകുന്നു, ആ ഫീൽ വൈബ്രേഷനായിട്ട് കൺവേർട്ട് ആകുന്നു, യൂണിവേഴ്സിൽ പോകുന്നു, അത് നമുക്ക് ലൈഫിൽ കിട്ടുന്നു. അതാണ് കോൺസെപ്റ്റ്. നമ്മൾ ഉണർവുകൾ കൊടുക്കാതെയും നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിൽ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ഫീഡായി ഒരു സമയം നടക്കും. എന്നാൽ അതിന് വളരെ ലേറ്റ് ആവും. പക്ഷേ നമ്മൾ ഫീൽ കൊടുത്ത് ചെയ്യുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് നടക്കും. സോ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ ബെസ്റ്റ് വേ എന്താണെന്ന് കണ്ടുപിടിക്കുക, അത് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. എന്നിട്ട് മസ്റ്റായിട്ട് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങളുടെ എന്നത്തെയും റൊട്ടീൻ വളരെ കൂളായിട്ട് ചെയ്തിട്ട് എല്ലാ യൂണിവേഴ്സും സമർപ്പിച്ചു കഴിഞ്ഞു, എൻ്റെ ജോലി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.